ഇസ്ലാമിലേക്ക് നമുക്ക് റമദാൻ വേണ്ടി ഒരുങ്ങണ്ടേ? പൊരിക്കാൻ പറ്റിയപ്പോൾ ലാസ്റ്റ് അല്ല എല്ലാവരും കഴിക്കാൻ പറ്റുന്ന ഇതാ അതന്നെ അത്തിപ്പാട്ടിൽ ഇത്രയില്ല റേറ്റ്. അത്തിപ്പഴം എടുക്കുന്നുണ്ട്, ഈത്തപ്പഴം പാക്കാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മൊത്തം ഇവരുണ്ട്. ഇവിടെ വന്നാൽ എല്ലാം വാങ്ങിയിട്ട് നമുക്ക് പോകുന്നത് വേറെ ഷോപ്പിൽ പോകണ്ട. പരക്കത്തി എന്താ വേണ്ടത്? ഫ്രീസറിൽ തന്നെ വെക്കണം. 100 ഗ്രാം ഉണ്ടാവുക. 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 80 രൂപയെ വിലയുള്ളൂ. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തിന്റെ അരമണിക്കൂർ മുന്നേ എടുത്തിട്ട് എത്ര പീസ് ഇതിൽ നിന്ന് വേണ്ടതെന്ന് വിചാരിച്ചാൽ എടുക്കണം. എന്നിട്ട് അടിച്ച് തന്നെ വെക്കണം. ഏതെങ്കിലും കവറിൽ ഇട്ട് തന്നെ വെക്കണം. അതുപോലെ എല്ലാ ദിവസവും ചെയ്താൽ മതി. അതുപോലെ തന്നെ ടെൻഡർ കോഫി ഇട്ട് കളിക്കും. 40 രീതിയിൽ പുഡിംഗ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, പിന്നെ ഷേക്ക് ഉണ്ടാക്കാം. ഷേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാലിൽ തട്ടിച്ചിട്ട് തട്ടി കളക്കില്ലേ, അങ്ങനെ ഒരു കൈ എടുത്തിട്ട് അതിൽ വയ്ക്കും. എന്നിട്ട് അതിൽ അടിപ്പിൽ നല്ല ടേസ്റ്റ് ആണ് നോക്കി. അപ്പോൾ അതിന് ഷേക്ക് തന്നെ നമുക്ക് കിട്ടി. അതിനാണ് വാങ്ങിയത്. കുറച്ച് എത്തും നമുക്കിത്. പിന്നെ നമുക്ക് ഇതിൽ ഓരോ സാധനം എടുക്കാം. കെച്ചപ്പ് വാങ്ങിയിട്ട് കൂടുതൽ റെഡിയാക്കിയാൽ കുറച്ച് വേണം. അതാണ്. പിന്നെ ഗരം മസാല എല്ലാം കൂടി 100 ഗ്രാം വാങ്ങിയതാണ്. ഇതിലെല്ലാം ഐറ്റംസ് ഉണ്ട്. മന്തിരി എല്ലാം ഉണ്ട്. പിന്നെ മിക്സ് ആയിട്ട് അടിപ്പിരിപ്പ്, എല്ലാ അടിപ്പിരിപ്പിലുണ്ട്. കാരക്ക, പിന്നെ നമ്മുടെ ഇതിൽ അത്തിപ്പഴം, അത് അതിൻ്റെ അങ്ങനെ പടപ്പ് കൊണ്ടുണ്ട്. ഈ അത്തിപ്പഴം പ്രധാനമല്ല നോക്കി പൈസ കൂടുതലാണ്. എല്ലാം കൂടി വാങ്ങിയിട്ട് ഈത്തപ്പഴം. ഇത് ഈത്തപ്പഴം മൂല്യം ഈത്തപ്പഴമാണ്. സാധാ പൊരിക്കുന്ന ഈത്തപ്പഴമില്ല അതിൽ ഇതിൽ. ഇത് പിന്നെ നമ്മുടെ മുന്തിരി, നമ്മൾ സീച്ചിൽ തന്നെ ഉണ്ടാകുന്ന മുന്തിരി വേണ്ടതിന് വേണ്ടി. പിന്നെ 4 ഇത് വാങ്ങിയിട്ട് മാഗി ക്യൂബ്, അത് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ അടിയിലായിട്ട് ഇട്ട് വെക്കാം. ബാക്കി 2 എടുത്ത് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. നമുക്ക് വെക്കാം. ഇത് 2 ഫ്രീസറിൽ തന്നെ വെക്കണം. ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു കവർ വേണമെങ്കിൽ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കച്ചപ്പും പിന്നെ മാഗി ക്യൂബും. ഇത് ഈ അളവിൽ 6 നമുക്ക് എല്ലാം ഇട്ട് വെക്കാം. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കാരക്ക, ഗരം മസാല ഐറ്റംസ്, അത്തിപ്പഴം. അത്തിപ്പഴം ഇതുപോലെ ഓരോ പീസായിട്ട് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇതുണ്ടാ ഇത് കയർ പോലത്തെ അത് കളയണം. ഇതിലേ നമുക്ക് അത്തിപ്പഴം കിട്ടുള്ളൂ. ഇത് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കി മതി. എന്നിട്ട് നടുക്കളി ഭാഗമില്ല, ഇത് കളയാം. ഇനി ചെറിയ മുന്തിരിയില്ല, മുന്തിരി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഷെൽഫിൽ വെച്ച് കൊടുക്കാം. ഷെൽഫ് കൂട്ടുമ്പോൾ നോക്കി മുന്നേ തീർക്കും. അതുകൊണ്ടാണ് ചാവിയിട്ട് കൂട്ടിപ്പോൾ ഇതിൽ വേണം. നമ്മൾ എല്ലാ ഐറ്റംസ് ഇതിലാണ് വെക്കാറ്. തവിയും എല്ലാം വീട് കൊണ്ട് വെക്കും. പിന്നെ ഓറഞ്ച് ഇങ്ങനെ പാത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി മുന്നേ തിന്നാലും സാരില്ല. വെറുതെ ഒന്ന് വാങ്ങിയതാണ്. വാങ്ങാനായിട്ടില്ല. മുട്ട വാങ്ങും. അങ്ങനെ പോകുമ്പോൾ വാങ്ങലാണ്. ഒരു മുട്ട 60 പൈസ തോന്നി നമുക്ക് ലാഭം കിട്ടും. മുട്ടക്കടയിൽ തന്നെ വാങ്ങി. മുട്ടക്കാലത്ത് ഷോപ്പ് ഉണ്ടാവും. ഇതുപോലെ 100 മുട്ട വാങ്ങി വെക്കും. ഒന്നും ആയിപ്പോൾ ഇതുപോലെ ഞാൻ പുള്ളിലിട്ട് വരുന്നുണ്ട്. പിന്നെ ഇറച്ചിയുടെ അച്ഛൻ കുറേ സ്കൂളുകളിൽ ഇതിലാണ് മുട്ട വെക്കാറ്. സിബിട്ട് വെക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാക്കരി എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ തീർക്കാൻ തന്നെയാണ് വീഡിയോ കാണിക്കാൻ വേണ്ടി. 2 ടാങ്കിന്റെ പൊടി, പിന്നെ 3 തരം അരി, അസഫലി, തുളസിയരി അതിനെ പോലെ തന്നെയാണ്. ഒരു വില ഉണ്ടെന്നേ ഉള്ളൂ. ഇത് പിന്നെ പുട്ടുപൊടി, പിന്നെ പത്തിരിപ്പൊടി. ഇതങ്ങനെ നോക്കി എടുക്കാറില്ല. അരക്കൽ തന്നെയാണ്. കുറച്ച് പഞ്ചസാര, കുറച്ച് മൈദ, 2 കിലോ മുന്തിരി പുഴുങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഓരോ പീസാക്കിയിട്ട് എടുക്കും. പിന്നെ വെളുത്തുള്ളി നല്ലോണം വെച്ച് വെച്ചിട്ടുണ്ട്. ചതക്കി വേണം. പിന്നെ 3 പീസും വേണം. അതുപോലെ തന്നെ ഇഞ്ചിയും കുറേ ആക്കി വെച്ചിട്ടുണ്ട്. മോൾ കുറച്ച് കൂടിയിനി ബാക്കിയാണ് ഞാൻ ചെയ്തത്. അതും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ മുസാഫിൽ ഇതെല്ലാം പേർക്ക് ആവശ്യമാണ്. വെറുതെ കുട്ടികൾ ഓതിയിട്ട് എന്താണ് ഈ അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ അറിയും ഓരോ ആയതിന്റെ അർത്ഥം. അതുകൊണ്ട് നിർബന്ധമായി വാങ്ങിയിരിക്കണം.